മറ്റൊരു വാർത്തയിലേക്കാണ്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ദേശീയപാത വികസന പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയതിന് പിന്നാലെ സമാന്തര ഉദ്ഘാടനവുമായി സർക്കാർ. രാമനാട്ടുകര വെങ്ങളം റീച്ച് സമാന്തരമായി മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. 12 മണിയോടെ മന്ത്രി റിയാസിന്റെ നേതൃത്വത്തിൽ ദേശീയപാതയിൽ റോഡ് ഷോയും സംഘടിപ്പിക്കാനും നീക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ചടങ്ങിൽ നിന്നും ദേശീയപാത ഉദ്ഘാടനത്തിൽ നിന്നും മന്ത്രി PM മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയിരുന്നു. ഇതിന് പിന്നാലെ ഒരു ചർച്ചാ വിഷയമാവുകയായിരുന്നു, രാഷ്ട്രീയ ചർച്ചാ വിഷയം തന്നെയാകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മറ്റ് മന്ത്രിമാരും ഈ ഒരു ചടങ്ങ് ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു ദേശീയപാത വികസന പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയതിന് പിന്നാലെ ഇപ്പോൾ സമാന്തര ഉദ്ഘാടനവുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. രാമനാട്ടുകര വേങ്ങളം റീച്ച് സമാന്തരമായി മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുമെന്നതാണ് ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത്. 12 മണിയോടെ മന്ത്രി റിയാസിന്റെ നേതൃത്വത്തിൽ ദേശീയപാതയിൽ റോഡ് ഷോയും സംഘടിപ്പിക്കാനാണ് നീക്കം. ഇപ്പോൾ റിയാസ് KMR ചേരുന്നു. റിയാസ്, ഈ ഒരു ഉദ്ഘാടന ചടങ്ങിൽ നിന്നും മന്ത്രി മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയതിന് ഇപ്പോൾ പിന്നാലെ ഒരു സമാന്തരമായ മറ്റൊരു ഉദ്ഘാടനം കൂടി നടത്താനാണ് സർക്കാരിന്റെ തീരുമാനം. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? വലിയൊരു പ്രതിഷേധമാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടിയിൽ ഉയർന്നു വന്നിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയപാത നിർമ്മാണങ്ങളുടെ ഒരു ദേശീയപാത പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്ന സമയത്ത് കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ടുള്ള PM മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ മാത്രമാണ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് BJPയുടെ വലിയൊരു രാഷ്ട്രീയമാണ് എന്ന ഒരു വിലയിരുത്തൽ സർക്കാരിനും മാത്രമല്ല ഈ സർക്കാരിന്റെ ഈ വിലയിരുത്തലിനൊപ്പം നിൽക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷവും. കേരളത്തിലെ UDF അടക്കമുള്ള സംവിധാനങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലിന് ഒപ്പം നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതിഷേധമാണ് ഈ മന്ത്രി PM മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയ കേന്ദ്ര സർക്കാർ നടപടിയിൽ ഉയരുന്നത്. മാത്രമല്ല BJP മന്ത്രി PM മുഹമ്മദ് റിയാസിനെ ഈ സംഭവത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയപ്പോൾ പോലും BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ കൗതുകകരം. അതായത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിക്കുകയാണ് ഇങ്ങനെ ഒരു ജനകീയ പദ്ധതിയുടെ ഉദ്ഘാടന ഒരു ചടങ്ങിനെ BJP എന്നുള്ളതാണ് പൊതുവെ കേരളം ഭരിക്കുന്ന LDF-ഉം ഒപ്പം തന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന UDF-ഉം വ്യക്തമാക്കുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധം ഭരണപക്ഷത്തു നിന്ന് ഉയർന്നു കഴിഞ്ഞു. അല്പം മുൻപാണ് പ്രതിപക്ഷ ഉപനേതാവായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം പറഞ്ഞത് മന്ത്രി PM മുഹമ്മദ് റിയാസിനെ ക്ഷണിക്കാത്ത കേന്ദ്ര നടപടി ചീപ്പായിപ്പോയി എന്നുള്ളതാണ്. വളരെ ഒരു അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് ചീപ്പായിപ്പോയി എന്നതിനെ കുറിച്ചാണ് ഇത് അദ്ദേഹം സൂചിപ്പിച്ചത്. ഒപ്പം തന്നെ പ്രതിപക്ഷ ബഹുമാനം കാണിക്കണമായിരുന്നു. BJPയുടെ തരം താഴ്ന്ന രാഷ്ട്രീയമാണ്. ഞങ്ങൾ അധികാരത്തിൽ ഇരുന്നപ്പോൾ പ്രതിപക്ഷ ബഹുമാനം കാണിച്ചിട്ടുണ്ട്. മന്ത്രിയെ നിർബന്ധമായി വിളിക്കേണ്ടതായിരുന്നു. കേരളത്തിൽ ചിലപ്പോഴൊക്കെ LDF സർക്കാരും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതിൽ UDF-ന്റെ MLA-മാർക്ക് പരാതിയുണ്ട്. എങ്കിൽ കൂടി മന്ത്രിയോട് കാണിച്ച LDF-ന്റെ ഈ നടപടി തരം താഴ്ന്നതായി പോയി എന്നുള്ളതാണ്. അതായത് മന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നിവരെ വിളിച്ചില്ല. ഇത് വിളിക്കാത്ത ഈ നടപടി തരം താഴ്ന്നതായി പോയി എന്നുള്ളതാണ് PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ മന്ത്രി MB രാജേഷും നേരത്തെ ഇത് സംബന്ധിച്ച് CPIM നേതാക്കളുമൊക്കെ ഇത് സംബന്ധിച്ച പ്രതികരണങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് ഈ മറ്റ് BJPയുടെ ക്രെഡിറ്റ് തട്ടിയെടുക്കാനുള്ള ശ്രമമാണെന്നാണ് മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചത്. അങ്ങനെ ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മന്ത്രി PM മുഹമ്മദ് റിയാസും ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാമനാട്ടുകര മുതൽ വെങ്ങളം വരെയുള്ള ദേശീയപാത റീച്ചിന്റെ ആ ഒരു റോഡ് ഷോ മന്ത്രി PM മുഹമ്മദ് റിയാസ് 12 മണിയോടുകൂടി നടത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതായത് സമാന്തരമായ രീതിയിൽ തന്നെ ഉദ്ഘാടനം നടത്തി പ്രതിഷേധിക്കാനാണ് ഇപ്പോൾ മന്ത്രി PM മുഹമ്മദ് റിയാസിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും തീരുമാനം. ശരി, എന്തായാലും പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ദേശീയപാത വികസന പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയതിന് പിന്നാലെ ഇപ്പോൾ ഒരു സമാന്തര ഉദ്ഘാടനവുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. രാമനാട്ടുകര വേങ്ങളം റീച്ച് സമാന്തരമായി മന്ത്രി മുഹമ്മദ് റിയാസ് 12 മണിയോടെ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി റിയാസിന്റെ നേതൃത്വത്തിൽ ദേശീയപാത റോഡ് ഷോയും സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ നീക്കമുണ്ടാകുന്നത്. ഈ ഒരു
പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ദേശീയപാത വികസന പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നുമാണ് പൊതുമരാമത്ത് മന്ത്രിയായ PM മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയത്. ഇതേ തുടർന്ന് ചടങ്ങിൽ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരടക്കം ഈ ഒരു ചടങ്ങ് ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ളവർ മുഖ്യമന്ത്രിയുടെ പേരടക്കം ഈ ഒരു നോട്ടീസിലുണ്ടായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ ഈ ഒരു ചടങ്ങ് ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഏതായാലും ഈ ഒരു മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയതിന് പിന്നാലെ മറ്റൊരു സമാന്തരമായ ഒരു ഉദ്ഘാടനം നടത്താനാണ് ഇപ്പോൾ സർക്കാരിന്റെ നീക്കം. രാമനാട്ടുകര വേങ്ങളം റീച്ച് സമാന്തരമായി തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. 12 മണിയോടെ മന്ത്രി റിയാസിന്റെ നേതൃത്വത്തിൽ ദേശീയപാതയിൽ റോഡ് ഷോയും സംഘടിപ്പിക്കാനാണ് നീക്കം. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്.